ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കേരള സ്റ്റൈൽ നാടൻ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 2 ഇടത്തരം സവാള നീളത്തിൽ അരിഞ്ഞത് കനം കുറച്ചരിയണം അതുകൂടി ചേർത്ത് നന്നായി വഴറ്റാം. ഇതൊന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും നമുക്കിതിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് നന്നായി വഴറ്റാം. ഇത് രണ്ടും നന്നായി വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് 3-4 പച്ചമുളക് നീളത്തിൽ കീറിയത് കൂടി ചേർത്ത് നന്നായി വഴറ്റുക. ഇതെല്ലാം വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി വഴറ്റുക. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ നന്നായി വഴറ്റണം. 2-3 മിനിറ്റ് വഴറ്റണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റാം. ഇതെല്ലാം കൂടി നന്നായി വഴണ്ട് വരുമ്പോഴേക്കും നമുക്കൊരു അടപ്പ് കൊണ്ട് ഇതിനെ മൂടി അടച്ച് വേവിക്കണം. 2-3 മിനിറ്റ് നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റി യോജിപ്പിക്കുക. മസാലകളെല്ലാം നന്നായി മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഇതിലാവശ്യമായ ചിക്കൻ, ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അതുകൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അരപ്പ് മുഴുവൻ ഈ ചിക്കൻ നന്നായി പിടിക്കണം. അതിനായിട്ടാണ് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കുന്നത്. അതിനുശേഷം ഒരു അടപ്പ് കൊണ്ട് മൂടി വേവിക്കാം. 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്ക് ഇതിൽ അടപ്പ് കൊണ്ട് മൂടി വേവിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 1-2 പ്രാവശ്യം അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അരപ്പ് നന്നായി തന്നെ ഈ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി 1-2 മിനിറ്റ് കൂടി നമുക്ക് അടപ്പ് കൊണ്ട് മൂടി വേവിച്ച ശേഷം നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം തന്നെ ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഈ ചിക്കനിൽ നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതിൽ വെള്ളം ചേർക്കാം. അതുകൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി വേവിക്കാം. അടച്ച് തന്നെ വേവിക്കണം. 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ഇതിനെ അടച്ച് വേവിക്കാം. ഞാനിവിടെ 20 മിനിറ്റ് വരെ അടപ്പ് കൊണ്ട് അടച്ച് വേവിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് 1-2 പ്രാവശ്യം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഉപ്പ് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിന് ശേഷം കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതിൻ്റെ മീതെ കറിവേപ്പില ഇടാവുന്നതാണ്. ഞാനിവിടെ ഇട്ടിട്ടില്ല. ഇപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും എല്ലാം പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. ചോറിനും എല്ലാം പെർഫെക്റ്റാണ്. തീർച്ചയായും ഇത് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു